Can I truly love someone if I don't love myself? No, I cannot. കാര്യം നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പം യെസ് ഇറ്റ് റിക്വയർസ് സ്കിൽ സെറ്റ്. ആ വ്യക്തിക്ക് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ ഇമോഷണൽ സേഫ്റ്റി പ്രദാനം ചെയ്യണം. എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ നിന്ന്. ആ എക്സ്പെക്റ്റേഷനാണ് ഞാൻ അവിടെ കൊണ്ടുവരുന്നത് റിലേഷൻഷിപ്പിൽ. എനിക്ക് ക്ലോസ്നെസ് വേണം, എനിക്ക് നിങ്ങളുടെ ലവ് വേണം, അഫെക്ഷൻ വേണം, ചിലപ്പോൾ നിങ്ങളുടെ പേരൻറ്റിങ് വേണം. ആൻഡ് ഐ വിൽ ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ. ആൻഡ് അത് ഞാൻ ആ റിലേഷൻഷിപ്പിൽ അവിടെ കൊണ്ടിടും. ആൻഡ് അത് കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം ഞാനുമായിട്ട് രമ്യതയിലാവണം. ഐ നീഡ് ടു ബി ഇൻ പീസ് വിത്ത് മൈസെൽഫ്. ഇപ്പം എനിക്കെന്താണ് ആവശ്യം എന്ന് എനിക്കറിയണം. ആൻഡ് അത് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ എത്രമാത്രം ഹെൽത്തി ആവുന്നു സൈക്കോളജിക്കലി, ഫിസിക്കലി അല്ലാതെ സൈക്കോളജിക്കലി ഞാൻ എത്രമാത്രം ഹെൽത്തി ആവുന്നു, ഞാൻ എന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നു, അത്രയും എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിരിക്കും. അതല്ല എങ്കിൽ ഇഫ് ഐ എം നോട്ട് ഇൻ പീസ് വിത്ത് മൈസെൽഫ്, ഇഫ് ഐ നോ ദാറ്റ് എനിക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടുന്നില്ല, ഞാനത് എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ റിലേഷൻഷിപ്പിൽ നിന്നാണ്. ആൻഡ് വെൻ ഐ എക്സ്പെക്റ്റ് എ ലോട്ട്, റിലേഷൻഷിപ്പ് ഇസ് ബൗണ്ട് ടു ഫെയിൽ, ബിക്കോസ് എൻ്റെ പാർട്ട്ണർക്ക് അത് സഫോക്കേഷനായിട്ട് വരും. സോ യെസ്, ഐ നീഡ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് മൈസെൽഫ്. ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ് ബെറ്റർ സോ ദാറ്റ് മൈ റിലേഷൻഷിപ്പ് വിൽ വർക്ക്. ഇതിനെനിക്ക് തിരിച്ചും പറയാൻ സാധിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആം ഐ ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഇൻ ദ റിലേഷൻഷിപ്പ്? മേ ബി നോട്ട്.